Hello fellas, today we are going to react to Mammootty Birthday Special Mashup by Linto Kurian. It was given to me by one of the commenters in the comment section. So we are going to react to this particular mashup. It premiered on September 5th and it already has around more than 1 million views. So it's absolutely fantastic, I guess. And 115,000 upwards. I have no idea who this guy is. I have never seen or heard of him anywhere. I don't know if I have seen him in supporting actors. I've seen him in main roles. I have no idea. I mean, I'm just going to get ahead of it. Let's see how it goes. But before starting the video, I would like to request you to please comment channel for bell icon so never see an update from me. Next is Instagram, Twitter, Facebook. Have the description below. If you want to comment or something, suggest something, give me feedback or follow me. I would love to hear from you guys too. So without further ado, let's start. Someone standing and not saying a word, you have to tell that this man means what he commands us. How would you ever ask that? How long? സംഭവിക്കുന്നത് കാണുന്നു. അയാൾക്ക് സിനിമയാണ് അയാളുടെ ജീവിതം, സിനിമയാണ് അയാളുടെ നിശ്വാസം, ആശ്വാസം, എല്ലാം അയാൾക്ക് സിനിമയാണ്. I guess I have seen him somewhere. ഒരു കാഴ്ചയിലും നടിക്കാമ இப்படி நிக்கிறதுங்கிறது வந்து നമുക്ക് ശ്രദ്ധിക്കും. അത് മമ്മൂട്ടിക്ക് കാസ് ആക്ടറാണ്. ആക്ടിങ് മെയിൻ വണ്ടേഴ്സ്. ഇത് തിരക്കഥാകൃത്തും ഓടിച്ചു പോകും ഇങ്ങനെയുള്ള കൂറിയതേതാ തിരുമ്പവും சொல்லுகிறேன். മമ്മൂട്ടി ചിറந்த നടികർ. അയാൾ എവർഗ്രീനായി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു ആവേശത്തിന്റെ ഭാഗമാണ്. കണ്ണി മണ്ണ് വാരിക്കിട്ടുള്ള ആമ്പിളർ നല്ലത് ഇതിനോ കൂടിക്കിടക്കണോ നീ തച്ചോളി വന്നോ പാട്ട കഴിവുള്ളവനെ അയ്യേ ഇവനാണോ പരിക്കാൻ വന്ന കഴിവുള്ളവനെ അമ്മ വരാണ് എടാ വണ്ടി അങ്ങള് ഇവരെങ്ങനെ വല്ല തണുപ്പുണ്ടോ പിന്നെ കുറുപ്പേ ഒന്ന് ഓടി വാടോ നാട്ടുകാരെ പോയി മോഹൻലാലിനെ കൊണ്ടുവരാൻ വെച്ചിട്ട് കോട്ടയെ കുറിച്ചിട്ട് നാട്ടുകാരെ പറ്റിക്കുകയല്ല ആഹാ അപ്പൊ അത് കാണോ മോഹൻലാല് അവൻ എങ്ങനെ എന്നെ അറിയാം? മമ്മൂട്ടി മമ്മൂട്ടിയെ പോലെ ഞാൻ മമ്മൂട്ടിയെ പോലെ ഇരിക്കാന്ന് പറയുമ്പോ എനിക്ക് Mohanlal, oh really? മറ്റുള്ളവർക്ക് അസൂയ തോന്നുമ്പോ എനിക്ക് അസൂയ ഉണ്ടാവും. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഈ പൂരങ്ങളുടെ കാണാത്ത പെണ്ണാണെങ്കിലും 2 മിനിറ്റ് കൊണ്ട് ഞാൻ ഓരോ സ്വപ്നങ്ങൾ ചെയ്തു കൂട്ടി. നിനക്ക് ഞാൻ വെച്ചിട്ടുള്ള പോവാനാ ഇവർക്കൊക്കെ നിർബന്ധമാണെങ്കിൽ അങ്ങനെ ഒരു സംശയം ചോദിച്ചു. ഇതെന്ത് സംഭവം? ഇഷ്ടപ്പെട്ടില്ലേ പോവാൻ പറ. കൈകൾ തരിപ്പ് തീർന്നില്ല. താങ്ക് യു. നന്ദി, നമസ്കാരം. എന്റെ ചക്കരയെ വഴിവെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂ, ഇനിയാണ് അടി. Whoa! Nice. Oh, that cigar. Oh shit. Wow. Very nice style, huh? My God. So many movies here. I wasn't knowing anything about him actually. I don't think so I've seen him any of his movies actually. Yes, I need to see what actually all his bio for this movie list is. കാശനോട് മമ്മൂട്ടി എന്ന് പറയുന്നത് അഭിനയത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. ഇന്നെടുത്ത് ഒരുത്തന്റെ കയ്യിൽ തിരക്കഥയുണ്ടെന്ന് കേട്ടാൽ അയാളെ വിളിപ്പിച്ച് കൊണ്ടുവന്നത് പരീക്ഷിക്കാൻ തയ്യാറാണ്. അവളോ പടങ്ങൾ പണി അവർ നടിക്കുമല്ല 400+ films. Are you serious? Mammootty is an extremely talented actor. He is an actor with minimum possible expressions, minimum possible gesticulation, can give you the best possible results. Wow. He's done film like Vidhi and Pondan Mala, both in the same year. That's a very difficult thing to do. Clap അടിച്ചെടുക്കുമ്പോൾ ഫുൾ ഇമോഷൻ ആക്ഷനും കട്ടിനും ഇടയ്ക്ക് പെട്ടെന്ന് പകർന്നാടുക എന്ന് പറഞ്ഞാലുള്ള அந்த ஒரு கிளாப் அடிக்கிற ஒரு செகண்ட்ல அவ்வளோ ஒரு கமாண்ட் அவ்வளோ கண்ட்ரோல் ഡയലോഗ് ഇല്ലാமல் ரொமான்சஸ்ல ஒரு ஆடியன்ஸ் கொண்டு போய் கொடுத்துருவேன்னு ஒரு நடிகர் கிடைக்கிறப்ப எனக்கு பயங்கரமான சுதந்திரம். ഒരു വോയിസ് കൺട്രോളാണ്. നമ്മുടെ ഇമോഷൻസ് അങ്ങനെ വോയിസിൽ കൊണ്ടുവരാം. ഇതെല്ലാം മമ്മൂക്കാണ് എനിക്ക് പറഞ്ഞത്. யாமருந்த நடிகரிலே மம்முட்டி போல் என்று நாங்கள் தமிழில் சொல்ல வேண்டும்.
ഫേവറേറ്റ് നായകനാണ് മലയാളം ചിത്രത്തിലെ? മമ്മൂട്ടി. ഞാൻ ഭയങ്കര വലിയൊരു മമ്മൂക്ക ഫാനാണ്. സ്വാഭാവികമായിട്ട് ഞാൻ മമ്മൂക്ക ഫാനായി. മമ്മൂട്ടി ഭയങ്കര ഞാൻ ഭയങ്കര വലിയ മമ്മൂക്ക ഫാനാണ്. മമ്മൂക്ക എന്നുള്ളത് ചെറുപ്പം തൊട്ടുള്ള ഒരു ആവേശമായിരുന്നു. ഞാൻ വലിയൊരു മമ്മൂക്ക ഫാനാണ്. ഞാൻ മമ്മൂക്കയുടെ വലിയൊരു ആരാധികയാണ്. കുഞ്ഞിലേ തൊട്ട് ഞാൻ മമ്മൂക്ക ഫാനാണ്. Amala Paul, right? Kajal Agarwal. Okay. I'm a big fan of Mammootty sir. Sanjay Dutt, are you serious? Malayalam film industry ke Salman Khan. Wow. നാടുകാരിങ്ങനെ പൊക്കിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് Kalpati, I remember Rajnikant garu is the same scene. ఇంత దాంట్లో డ్రామాలో this man is sitting quietly and in between he interrupts. உங்களுக்கு இப்ப என்ன வேணும்? நாங்க என்ன செய்யணும்? எல்லாத்தையும் நிறுத்தணும். முடியாது. And that's it. And he walks away. The moment it is, you Wow. forget who the biggest James of actors in the scene you forget. And that man's presence covers everything else in the scene. ഭയങ്കര പേഴ്സണാലിറ്റി അല്ലേ? അപ്പം ക്യാമറ വെക്കാൻ നേരത്ത് he dominates the frame. Okay. That is my first tryst with star. Here is a man who's a star. നമുക്കൊരു സ്റ്റാർഡം എക്സ്പ്ലോർ ചെയ്യുന്ന സിനിമകൾ ഭയങ്കര ഇഷ്ടം. തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലൻ. എടാ പുല്ല, ഇത് ഞാനാ നിന്റെ അപ്പൻ. Okay, this is his style. Okay. ഒരു സിറ്റിങ്ങിന് 2-3 ലക്ഷം ആളുകൾ സുപ്രീം കോർട്ട് വക്കീലാണ്. Oh. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളാലല്ലേ? ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണേ. അപ്പൊ കച്ചേരി തീരുമാനിച്ചതിന് ശേഷമേ നീ അങ്ങോട്ട് പോകുമല്ലേ? അങ്ങാട്ടെന്നല്ല, എങ്ങാട്ടും. സാറിങ്ങനെ മാനത്തോട്ട് നോക്കി നിൽക്കി പടിഞ്ഞാറൻ കാറ്റത്ത് കൊണ്ടായിട്ട് വരുന്നുണ്ടോന്നറിയാം. അറക്കിൽ മാധവനുണ്ണിയാ പറയുന്നേ. ആ പേരിന് ഈ ജന്മം മുഴുവൻ നിന്റെ ഉടയോൻ എന്നൊരർത്ഥം കൂടെ ഉണ്ട്. നീ അയച്ചിട്ട് വിലം പിന്നെ Okay. Not bad, yeah, not bad. Absolutely not bad. Nice. Oh, actually, I have no idea. I mean, anything about this particular actor. I don't know why, but instead of showing all the action movies on the TV channels where hero just kicks one guy and 15 people just falls down and everything, instead of these people, you should actually make us see something of this creative personality people who actually can create a difference while with their acting, I guess. People like this, this should be the people, this should be the person's movies, I would say, that they should be telecasted on TV. People should know worldwide, I mean, what kind of person is. I have no idea that he has done 400 plus films, and even then I have no idea who this guy is. I mean, like, this is like such a illiterateness when you know that something is big is this, and still people are not actually talking about it. This is pure unnatural when it comes to people, like, for making the presence of this particular personality felt. So this is something which is really not fair on people's part, where they should actually make people understand what various other personalities. We should not just stick to one or two people, but many other industries are there, many other people are there who have given their life, their soul, their blood and sweat and hard work and dedication to us, all this movie industry and everything. This is particular thing which should be recognized by everyone, each and every person, I would say. So this is something which is really nice, and Linda Korean has done a really great job. Linda Korean is one of the things I would say that they do a really great mashup, and I'm really fascinated by the things which they do. Absolutely amazing, I would say. So please do tell me in the comment section if you have any idea, for all subscribers who see me, that what this particular personality is all about. What is the famous movies which I should look into on the YouTube or something like that, so that I know that what he is and what are the movies that he has started and how I can get access to that. Because
if I'm not mistaken, he's a methodical actor, just like we have right now Nawazan Siddiqui, Rajkumar Rao. I'm not comparing, I'm just giving examples. So like it's so good to see that you don't have a dialogue in particular scene and you are with Rajnikant in next frame, in just the same scene next frame, and then to not speaking a word and showing all the expression by your face is one of the fantastic things ever to see. This is one of the greatest things to witness, and I would say that I'm really not happy by the way people have just ignored his presence. This is absolutely like not done. So please do tell me, and I'm really curious and really wanting to react to what exactly he is all about. What all movies I have to see. Please do tell me. So this was the reaction, this was the review. I hope you liked this. Same point of time I have requested to please give a big thumbs up this video so that I know that you like my reaction. I'm going to spend more reaction videos for you guys. Also, I would like to request you to please subscribe to my channel, the bell icon so you're never missing updates from me. This is Instagram, Twitter and Facebook. Comment section below if you want to comment on something, suggestions, and give me feedback, or follow me. I would update from you guys too. So we also have a timetable Monday to Sunday, which I usually try to follow as much as possible until and unless new trailer comes out or something. It is like the urgency of the situation as per the needs and wants of that particular period of time. That is Monday and Thursday it is a song reaction. Tuesday and Friday it's a comedy routine or stand-up comedy or something like that, or any funny videos which needed to be reacted on. Wednesday and Saturday it will be like action scene or like a particular scene from a particular movie, irrespective of the action or something, whatever it is, like it will be a particular scene. And on Sundays and Saturdays, Sundays actually 2 days will be like the different complex and the mix up, that it might be trailer reaction or a scene reaction or anything, or something which is like out of the box, anything I would totally react to. And Sunday, if it is possible, if I get any contributor or something like that from out of the channel or something, so I'll be even calling people who are cooking actually, because basically I also have a cooking channel, that is Bawarchi. Will be getting at the end of the video, so please do subscribe to the channel, that channel too. So basically I have 3 channels, this particular channel, K for Kavit, and also Bawarchi. So please do subscribe to all 3 channels. You'll be able to connect with me over there. And also we have our Instagram and Twitter, as I already told you. You can even like connect with me over there too. So Instagram, Facebook and Twitter over there in the link below. So just click on it and follow me over there. So next reaction, next review, I would request you to stay connected.